നമസ്കാരം. പ്രധാന വാർത്തകൾ. 16ാം കേരള നിയമസഭയിലേക്ക് ജനം വിധിയെഴുതി. വൈകിട്ട് 7 മണി വരെയുള്ള കണക്കനുസരിച്ച് 77.62% പോളിംഗ് രേഖപ്പെടുത്തി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടർന്ന് ഇത്തവണ പോളിംഗ് 80% കടക്കുമെന്ന് സൂചന. വോട്ടെടുപ്പിൽ പ്രതീക്ഷയോടെ സ്ഥാനാർത്ഥികളും മുന്നണികളും. വിജയം ഉറപ്പെന്ന് പ്രതികരണം. പോളിംഗ് ശതമാനം അന്തിമമാകുന്നതോടെ കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകൂട്ടലുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ. പോളിംഗ് ബൂത്തിന് മുന്നിൽ പതിച്ചിരുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പോസ്റ്റർ കീറിയതിന് 3 മാധ്യമപ്രവർത്തകർക്കെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. പ്രിസൈഡിംഗ് ഓഫീസർ ജോബി ജോർജിന്റെ പരാതിയിലാണ് ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിൽ പോലീസ് കേസെടുത്തത്. വാർത്തകൾ വിശദമായി. ജനം വിധിയെഴുതി. പതിനാറാം കേരള നിയമസഭയിലേക്ക് ജനം വിധിയെഴുതി. വൈകിട്ട് 7 മണി വരെയുള്ള കണക്കനുസരിച്ച് 77.62% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളതായാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടർന്ന് ഇത്തവണ പോളിംഗ് 80% കടക്കുമെന്നാണ് സൂചന. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം എറണാകുളം ജില്ലയിലാണ് കനത്ത പോളിംഗ് നടന്നിട്ടുള്ളത്. കാസർകോടും പത്തനംതിട്ടയിലുമാണ് പോളിംഗ് കുറവ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. 883 സ്ഥാനാർത്ഥികൾ 23 ദിവസം നടത്തിയ ചൂടേറിയ പ്രചാരണത്തിനൊടുവിലാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. 140 മണ്ഡലങ്ങളിലെ 30,495 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. സംസ്ഥാനത്താകെ 2,71,00,000 പേരാണ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത്. 1960 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ 85.72% സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ്. 1987 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അവസാനമായി 80% പോളിംഗ് രേഖപ്പെടുത്തിയത്. 80.5% 87 പോളിംഗ് നില. 2016 77.35%, 2021 76% പോളിംഗ്. 2 തവണയും വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരണത്തിലെത്തിയത്. മരത്തംകോട് സ്കൂളിലെ 149-ാം ബൂത്തിൽ 6 മണിക്ക് ശേഷവും വോട്ടെടുപ്പ് തുടർന്നു. ഏകദേശം 100-നടുത്ത് വോട്ടർമാർ കാത്തുനിന്നിരുന്നു. രാവിലെ മുതൽ 3 തവണ വോട്ടിംഗ് യന്ത്രം തകരാറിലായതും യന്ത്രത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലായതുമാണ് വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങാൻ കാരണം. 6 മണിക്ക് മുമ്പ് എത്തിയ വോട്ടർമാർക്ക് പ്രത്യേക ടോക്കൺ നൽകിയാണ് വോട്ട് ചെയ്യാൻ അവസരം നൽകിയത്. വൈകിട്ട് 7:15 വോട്ടിംഗ് പൂർത്തിയായത്. രാവിലെ 11 മണിക്കും ഉച്ചതിരിഞ്ഞ് 2 മണിക്കും എത്തിയ വോട്ടർമാർ 6 മണിക്ക് ശേഷമാണ് വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. കുന്നംകുളത്ത് 75%-നടുത്ത് പോളിംഗ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 74.23% പേർ വോട്ട് രേഖപ്പെടുത്തി. അന്തിമ കണക്ക് വൈകും. വൈകിട്ട് 6 മണിക്ക് ശേഷവും ക്യൂവിൽ നിന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥർ അവസരമൊരുക്കിയിരുന്നു. കടുത്ത വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ രാവിലെ തന്നെ വോട്ടർമാർ കൂട്ടത്തോടെ ബൂത്തുകളിലേക്ക് എത്തിയിരുന്നു. പലയിടത്തും പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നീണ്ട നിര കാണാമായിരുന്നു. വയോജനങ്ങളുടെയും സ്ത്രീകളുടെയും വലിയ പങ്കാളിത്തമാണ് ഇത്തവണ കുന്നംകുളത്ത് ദൃശ്യമായത്. ഉച്ചയ്ക്ക് ശേഷവും ഈ ആവേശം ചോരാതെ ബൂത്തുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വോട്ടെടുപ്പ് അവസാന മണിക്കൂറുകളിലേക്ക് കടന്നപ്പോൾ പോളിംഗ് ശതമാനം ഗണ്യമായി ഉയർന്നു. കനത്ത ചൂട് കണക്കിലെടുത്ത് വോട്ടർമാർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരുന്നത്. എല്ലാ ബൂത്തുകളിലും കുടിവെള്ളവും വരി നിൽക്കുന്നവർക്കായി തണൽ പന്തലുകളും സജ്ജമാക്കി. മുതിർന്ന പൗരന്മാർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും തടസ്സമില്ലാതെ വോട്ട് ചെയ്യാൻ വീൽചെയർ സൗകര്യവും സന്നദ്ധ പ്രവർത്തകരുടെ സേവനവും ലഭ്യമാക്കി. സമാധാനപരമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ കുന്നംകുളം ടൗണിലും സമീപ പഞ്ചായത്തുകളിലും കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ആവേശകരമായ വോട്ടെടുപ്പിനിടയിലും ചിലയിടങ്ങളിൽ യന്ത്രത്തകരാറുകൾ വോട്ടർമാരെ ബുദ്ധിമുട്ടിച്ചു. മോക്ക് പോളിംഗിന് പിന്നാലെ ബദനി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന 101-ാം നമ്പർ ബൂത്തിലും തിരുത്തിക്കാട് ഭാരത് മാതാ LP സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന 93-ാം നമ്പർ ബൂത്തിലും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതിനെ തുടർന്ന് അല്പനേരം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഇടപെട്ട് പുതിയ യന്ത്രങ്ങൾ സ്ഥാപിച്ചതോടെയാണ് വോട്ടെടുപ്പ് പുനരാരംഭിച്ചത്. എന്നാൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനം പൊതുവെ മന്ദഗതിയിലായത് വോട്ടർമാരെ വലച്ചു. 3 ബൂത്തുകൾ പ്രവർത്തിക്കുന്ന MJD സ്കൂൾ പോലെയുള്ള വലിയ സെന്ററുകളിൽ ഇതുമൂലം നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്.
പ്രമുഖരുടെ സാന്നിധ്യവും വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമായി. പ്രശസ്ത നടൻ VK ശ്രീരാമൻ വടുതല ഗവൺമെന്റ് LP സ്കൂളിലെ 71 നമ്പർ ബൂത്തിലെത്തി തന്റെ വോട്ട് രേഖപ്പെടുത്തി. വോട്ട് ചെയ്തു. ഇനിയും എനിക്ക് തോന്നുന്നു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. അവരുടെയൊക്കെ ഒരു വോട്ട് രേഖപ്പെടുത്തലായിരിക്കും ഇത്തവണ കൂടുതൽ പ്രകടമാവുക എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജനാധിപത്യം തന്നെ വളരെ ഭീഷണിയെ നേരിടുന്ന ഒരു കാലമാണല്ലോ ഇത്. വൈകിട്ട് 6 മണിയോടെ തന്നെ മുനിസിപ്പൽ അതിർത്തിയിലെ എല്ലാ ബൂത്തുകളിലെയും പോളിംഗ് അവസാനിച്ചു. രാത്രിയോടെ വോട്ടിംഗ് യന്ത്രങ്ങൾ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. ഭരണത്തുടർച്ചയും ഭരണമാറ്റവും ഒരേപോലെ ചർച്ചയാകുന്ന മണ്ഡലത്തിലെ വോട്ടർമാരുടെ ആവേശകരമായ പങ്കാളിത്തത്തെ ശക്തമായ പോരാട്ടത്തിന്റെ സൂചനയായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഉയർന്ന പോളിംഗ് ശതമാനം തങ്ങൾക്കനുകൂലമാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. ജനവിധി ആർക്കൊപ്പമെന്നറിയാൻ വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരിക്കേണ്ടി വരും. ശക്തമായ ത്രികോണ മത്സരം നടന്ന ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ മണ്ഡലത്തിൽ 70.35% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് 68.46%. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 1.89% വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. പോളിംഗ് ശതമാനത്തിലുണ്ടായ ഈ വർധനവ് LDF, UDF, NDA മുന്നണികളിൽ ഒരുപോലെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആകെ 2,18,704 വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ പകുതിയിലേറെയും സ്ത്രീ വോട്ടർമാരാണ്. ഇവരുടെ പങ്കാളിത്തം പോളിംഗ് ശതമാനം ഉയരുന്നതിൽ നിർണായകമായി. ഗുരുവായൂർ, ചാവക്കാട് നഗരസഭകളും പുന്നയൂർക്കുളം, പുന്നയൂർ, വടക്കേക്കാട്, കടപ്പുറം, ഒരുമനയൂർ, ഏങ്ങണ്ടിയൂർ എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ എല്ലാ മേഖലകളിലും മികച്ച പോളിംഗാണ് അനുഭവപ്പെട്ടത്. മണ്ഡലത്തിലാകെ സജ്ജീകരിച്ചിരുന്ന 232 ബൂത്തുകളിലും സമാധാനപരമായ രീതിയിലാണ് വോട്ടെടുപ്പ് നടന്നത്. രാവിലെ 5:30 മോക്ക് പോൾ നടപടികൾ പൂർത്തിയാക്കി 7 മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിച്ചു. രാവിലെ മുതൽ തന്നെ മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ഭൂരിഭാഗം ബൂത്തുകളിലും നിശ്ചയിച്ച സമയമായ 6 മണിക്ക് തന്നെ പോളിംഗ് അവസാനിച്ചു. എന്നാൽ വോട്ടർമാരുടെ തിരക്കനുഭവപ്പെട്ട ചിലയിടങ്ങളിൽ മാത്രം വോട്ടെടുപ്പ് അല്പം വൈകിയാണ് പൂർത്തിയായത്. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. ഭരണത്തുടർച്ചയും വികസന പ്രവർത്തനങ്ങളും വോട്ടായി മാറിയെന്ന് ഇടതുമുന്നണി വിശ്വസിക്കുന്നു. ഭരണവിരുദ്ധ വികാരവും ഉയർന്ന പോളിംഗും തങ്ങളെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ഐക്യജനാധിപത്യ മുന്നണി. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ വോട്ട് വിഹിതത്തിൽ വലിയ വർധനമുണ്ടാകുമെന്ന് BJPയും അവകാശപ്പെടുന്നു. ഇനിയുള്ള ദിവസങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ പെട്ടികളിൽ ജനവിധി ഭദ്രമാണ്. മെയ് 4 വോട്ട് എണ്ണുമ്പോൾ അറിയാം ഗുരുവായൂരിന്റെ മനസ്സ് ആർക്കൊപ്പമാണെന്ന്. ചാവക്കാട് തീരമേഖലയിൽ ശക്തമായ പോളിംഗാണ് നടന്നത്. വോട്ടിംഗ് ആരംഭിച്ചത് മുതൽ പല ബൂത്തുകളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. സ്ത്രീകളുടെ വലിയ നിര തന്നെ പല ബൂത്തുകളിലും കാണാമായിരുന്നു. ചില ബൂത്തുകളിൽ മോക്ക് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മെഷീൻ തകരാർ സംഭവിച്ചു. 179 നമ്പർ ഇരട്ടപ്പുഴ, 141 നമ്പർ LFC ഹൈസ്കൂൾ മമ്മിയൂർ, 172 ALP ബ്ലാങ്ങാട് എന്നിവിടങ്ങളിലാണ് മോക്ക് പോളിന്റെ തുടക്കത്തിൽ തകരാർ കാണിച്ചത്. ഉടൻ തന്നെ ഇവ മാറ്റി സ്ഥാപിച്ചു. വോട്ടിംഗ് കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു. ക്രമസമാധാനത്തിന്റെ ഭാഗമായി പോലീസ് വലിയ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. മണലൂർ നിയോജക മണ്ഡലത്തിൽ 73.27% പേർ വോട്ട് രേഖപ്പെടുത്തി. മണലൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട കണ്ടാണശ്ശേരി, ചൂണ്ടൽ പഞ്ചായത്തുകളിലെ ബൂത്തുകളിൽ രാവിലെ മുതൽ വലിയ തിരക്കാണ് ദൃശ്യമായത്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നീണ്ട നിരയാണ് ഓരോ പോളിംഗ് കേന്ദ്രത്തിന് മുന്നിലും കണ്ടത്. രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചതു മുതൽ ഉണ്ടായ തിരക്ക് ഏകദേശം 11:30 വരെയും തുടർന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണലൂരിൽ 3 മുന്നണികളും തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള തീവ്ര ശ്രമമാണ് നടത്തുന്നത്. ഇതാണ് വോട്ട് രേഖപ്പെടുത്താൻ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിന് കാരണമായതെന്നാണ് കരുതുന്നത്. മേഖലയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കുകയോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ചിലയിടങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവും VVPAT മെഷീനിലെ സാങ്കേതിക പിഴവും തിരക്ക് അനുഭവപ്പെടുന്നതിന് കാരണമായതായി ആക്ഷേപമുണ്ട്.
കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137 നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 6:30യോടെയാണ് അദ്ദേഹം പോളിംഗ് ബൂത്തിലെത്തിയത്. വരി നിന്ന് മൂന്നാമത്തെ വോട്ടാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നിവേദിത എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പന്റെ മണ്ണിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. BJPയുടെ കേരളത്തിലെ വിജയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് സർപ്രൈസാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ശോഭാ സുരേന്ദ്രൻ വോട്ടിന് പണം കൊടുത്തു എന്ന ആരോപണത്തെക്കുറിച്ച് ചോദ്യത്തിന് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ശോഭയെപ്പോലെയുള്ളവരുടെ മുന്നേറ്റം തടയാൻ ചിലർ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണെന്നും അത്തരം ചെപ്പടി വിധിയൊന്നും ഇവിടെ വിലപ്പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉറപ്പായിട്ടുമായിരിക്കും. ഞാൻ ആദ്യം മുതലേ പറയുന്നതല്ലേ, ഡിസൈഡിംഗ് ഫാക്ടർ ആകുക മാത്രമല്ല, ഇന്ന് ജനങ്ങൾ നിശ്ചയിച്ചാൽ അവർക്ക് കഴിഞ്ഞ ഒരു 5 വർഷമെങ്കിലും ഏറ്റ ദ്രോഹം അത് ചോദ്യം ചെയ്യാൻ ആളുണ്ടാവും എന്നേ ഞാൻ പ്രചരണത്തിലും പറഞ്ഞിട്ടുള്ളൂ. നമ്മളത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഫലമുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല, അത് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിനെ ഇങ്ങനെ കാണുന്നുള്ളൂ. ഞാൻ മെനിഞ്ഞാന്നത് മണലൂരുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ചില ആൾക്കാർ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, ഇവരെ നശിപ്പിച്ചില്ലെങ്കിൽ ഈ പാർട്ടിക്ക് അവരെ കൊണ്ട് ഗുണമുണ്ടായി മുന്നേറ്റമുണ്ടാവും. അപ്പോൾ ആ വ്യക്തികളെ ഹത്യ ചെയ്ത് ഇല്ലാതാക്കുക. ഞാൻ ഫ്രം ഡേ 1 ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെ വിഷയങ്ങൾ കൊണ്ടുവന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗമാണ് കാണാൻ കഴിയുന്നതെന്ന് കുന്നംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ പറഞ്ഞു. എരുമപ്പെട്ടിയിലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചതിന് ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ആവേശത്തോടെയാണ് പോളിംഗ് ബൂത്തുകളിൽ എത്തിയതെന്നും ബൂത്തുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. പനങ്ങാട്ടുകര MND സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് AC മൊയ്തീൻ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിലേക്ക് എത്തിയത്. രാവിലെ വോട്ട് ചെയ്തു, എൻ്റെ സ്വന്തം വോട്ട് രേഖപ്പെടുത്തി, എല്ലാ ബൂത്തുകളിലും പോയി. വളരെ ആവേശത്തിലാണ് ജനങ്ങൾ. പരമാവധി ക്യൂ ഉണ്ട് എല്ലാ സ്ഥലത്തും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു തരംഗമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ പൊന്നാനി നിയോജക മണ്ഡലത്തിലെ എരമംഗലം ALP സ്കൂളിലെ 214 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. ഭാര്യ പാർവതിയും ഒപ്പമുണ്ടായിരുന്നു. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് PT അജയ് മോഹൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിനെ കേരള ജനത വെറുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന്റെ പ്രതികരണം വോട്ടായി പ്രകടമാകുമെന്നും അദ്ദേഹം വിലയിരുത്തി. ശബരിമല സ്വർണ്ണക്കേസ്, കരിവന്നൂർ ബാങ്ക് കേസ് തുടങ്ങിയ വിഷയങ്ങളിൽ ഉണ്ടായ ആരോപണങ്ങളും വിവാദങ്ങളും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ UDFന് അനുകൂലമായ വോട്ട് ചലനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ കുന്നംകുളം സ്ഥാനാർത്ഥിയാണ്. പക്ഷേ എൻ്റെ നാട്ടിൽ ഫസ്റ്റ് വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തി വോട്ട് ചെയ്തു. ഇനി കുന്നംകുളത്തേക്ക് പോവുകയാണ്. ഇവിടെയും കുന്നംകുളത്തും തവനൂരും ഒക്കെ നല്ല ശുഭപ്രതീക്ഷയിലാണ്. ഏതായാലും ഇത്തവണ UDF 100-ൽ പരം സീറ്റുകൾ വാങ്ങി അധികാരത്തിൽ വരും. 100-ൽ കൂടുതൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. കേരളത്തിലെ ജനങ്ങൾ 10 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെന്റിനെ വെറുത്തിരിക്കുകയാണ്. അത് വോട്ടായി പ്രതിഫലിക്കും എന്നുള്ളത് ഞങ്ങളുടെ വിചാരം, ഞങ്ങളുടെ ധാരണ. അത് ഉറപ്പായിട്ട് അങ്ങനെ തന്നെ സംഭവിക്കും. ശബരിമല അയ്യപ്പനടക്കം കാക്കാൻ ശ്രമിച്ചവർ, കുട്ടികളിൽ രാസലഹരി കഴിഞ്ഞ 10 വർഷമായി പടർത്തിയവർ, അതുപോലെ തന്നെ കരുവന്നൂരൊക്കെ കേരളം ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വോട്ട് UDFന് അനുകൂലമായിട്ടായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് UDFനെ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെട്ടു. ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി BDJSലെ KR റെജിൽ കടവല്ലൂർ പഞ്ചായത്തിലെ 43 നമ്പർ ബൂത്തായ അക്കിക്കാവ് TM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണിക്ക് തന്നെ സഹധർമ്മിണി ദീപികയോടൊപ്പം ബൂത്തിലെത്തിയ റെജിൽ അരമണിക്കൂറോളം ക്യൂ നിന്നാണ് വോട്ട് ചെയ്തത്. അപ്രതീക്ഷിതമായാണ് സ്ഥാനാർത്ഥിത്വം ലഭിച്ചതെന്നും ചുരുങ്ങിയ പ്രചരണ സമയമാണ് ലഭിച്ചതെങ്കിലും മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷവും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും വിജയസാധ്യത കയ്യെത്താ ദൂരത്തിലല്ല എന്ന ആത്മവിശ്വാസവുമുണ്ടെന്ന് റെജിൽ CCTVയോട് പറഞ്ഞു. കുന്നംകുളത്ത് മാത്രമല്ല സംസ്ഥാനത്തു തന്നെ NDA നിർണായക ശക്തിയായി മാറുമെന്നും സ്ഥാനാർത്ഥി കൂട്ടിച്ചേർത്തു.
നമ്മൾ ജനങ്ങളുടെ ഒപ്പമാണല്ലോ എന്നും. അവരൊപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ ഭാഗ്യമായിട്ട് തന്നെ കാണുന്നത്. ഇതൊരു സമയത്ത് നോട്ട് ചെയ്യുന്ന പോലെയല്ല, ഇത് പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അവരൊപ്പം നിൽക്കുമ്പോൾ സാധാരണക്കാരനായിട്ട് തന്നെ ഫീലായി. LDF നാട്ടിക നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഗീതാ ഗോപി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 135 നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ 6 മണിയോടെ കുടുംബസമേതമാണ് സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. വരി നിന്ന 5ാമത്തെ വോട്ടാണ് ഇവർ രേഖപ്പെടുത്തിയത്. കേരളത്തിൽ LDFന് തുടർഭരണം ഉറപ്പാണെന്നും അവർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുകയും ഒരു തുടർഭരണത്തിന് ഈ കേരള ജനത വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ച് വീണ്ടും കേരള ഭരണം നിലനിർത്തും. നാടിൻ്റെ നന്മയ്ക്കും ജനക്ഷേമ വികസനങ്ങൾക്കും ജനങ്ങളുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിൽ തൊട്ടറിഞ്ഞ് ഈ സർക്കാർ വീണ്ടും കേരളത്തിൽ തുടർഭരണം വരും. എല്ലാവർക്കും വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കവിയും സാഹിത്യകാരനും തൃശൂർ നിയമസഭാ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പൊന്നാനി മണ്ഡലത്തിലെ 118 നമ്പർ പോളിംഗ് സ്റ്റേഷനായ ആലങ്കോട് പന്താവൂർ ജനതാ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചു. ജനങ്ങൾ മാറ്റത്തിനും വികസനത്തിനുമുള്ള വിധി രേഖപ്പെടുത്തിയെന്നാണ് ആത്മവിശ്വാസം. ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. തീർച്ചയായും ഇത്രയും സുതാര്യമായും ഇത്രയും കൃത്യതയോടുകൂടിയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലം ഇന്ത്യ പോലെ വേറെയില്ല. വിശേഷം കേരളം. വളരെ രാഷ്ട്രീയ പ്രബുദ്ധരായ ആളുകളാണ് കേരളത്തിലെ വോട്ടർമാർ. ഞാൻ ഓർമ്മ വെച്ചാൽ വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽക്ക് ഒരു വോട്ടും പാഴാക്കാതെ കൃത്യമായി വോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇവിടെ വോട്ട് നഷ്ടപ്പെടുത്താതിരിക്കാൻ അവിടെ നിന്ന് രാവിലെ തന്നെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് വോട്ട് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും ജനാധിപത്യം വിജയിക്കണം. എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഈ ജനാധിപത്യ പ്രക്രിയയിൽ അതിൻ്റെ ചിട്ടയോടും അതിൻ്റെ നിയമത്തിനനുസരിച്ചും പ്രവർത്തിച്ചാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ യഥാർത്ഥമായ വിജയമായിരിക്കും ഉണ്ടാവുക. ഞാനും അതിൽ പങ്കാളിയാകുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. ഗുരുവായൂർ നിയോജക മണ്ഡലം തുടർച്ചയായ 5ാം തവണയും LDF വലിയ ഭൂരിപക്ഷത്തിൽ നിലനിർത്തുമെന്ന് സ്ഥാനാർത്ഥി NK അക്ബർ പറഞ്ഞു. ചാവക്കാട് വുമൺസ് ഇസ്ലാമിക് കോളേജ് 147 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇടത് ഭരണ തുടർച്ച ഉറപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുവായൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്ര വിജയം ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത്തരമൊരു നല്ല അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഗുരുവായൂരിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി LDF വിജയിക്കും. കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാമതും അധികാരത്തിൽ വരും, വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി. അതാണ് ഇന്ന് കാണുന്ന ട്രെൻഡ് നമുക്കെല്ലാം ബോധ്യപ്പെടുത്തുന്നത്. ഗുരുവായൂർ നിയോജക മണ്ഡലം ഇത്തവണ UDF തിരിച്ചുപിടിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി CH റഷീദ് പറഞ്ഞു. കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 191 ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ UDF തരംഗം ഉണ്ടാകുമെന്നും അത് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്നും 2 പതിറ്റാണ്ടായി തുടരുന്ന LDF മേധാവിത്വം അവസാനിപ്പിക്കാനും ഒരു മാറ്റത്തിനായും ജനം കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശതമാനം UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ക്യാമ്പയിൻ പൂർത്തിയാക്കിയത്. പോളിംഗ് ആരംഭിച്ചു. ഇപ്പോൾ എല്ലായിടത്തും അതേപോലെ നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ 100% ഇത്തവണ UDF ഈ സീറ്റ് തിരിച്ചു പിടിക്കും. മാത്രമല്ല കേരളവും UDF അധികാരത്തിൽ വരുന്നതിനുള്ള ഭൂരിപക്ഷം നേടുന്നതിനുള്ള എല്ലാ മേഖലകളിലും ഉണ്ടാക്കിയിട്ടുള്ള വലിയ ആഘാതമുണ്ട്. അതിനൊക്കെ പരിഹാരമെന്നോണാണ് കേരളത്തിലെ ജനത UDFനോട് പിന്തുണച്ച് ഇന്ന് ഈ ജനവിധി എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഇത്തവണ UDF തിരിച്ചു പിടിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതകളും ഇവിടെ വ്യക്തമായി ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തവണ UDF ഈ സീറ്റ് തിരിച്ചു പിടിക്കും.
വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റ്ലപ്പള്ളി രാവിലെ തന്നെ ഊട്ടുപാറ വില്ലേജ് ഓഫീസിൽ വോട്ട് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി PN വൈശാഖ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് LP സ്കൂളിലും കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ പനങ്ങാട്ടുകര ഗവൺമെന്റ് LP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തുടർഭരണം ഉറപ്പുവരും എന്ന നിലയിലുള്ള സാഹചര്യമാണ് കേരളത്തിൻ്റെ അകത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം ഉറപ്പാണ്. അതിനാവശ്യമായ എല്ലാ സാഹചര്യവുമുണ്ട്. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെ നിൽക്കും എന്നത് ഉറപ്പാണ്. വോട്ട് ചെയ്തു, എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാമത്തെ തുടർ ഭരണത്തിനു വേണ്ടിയുള്ള വോട്ടാണിത്. തീർച്ചയായും ജനാധിപത്യ അവകാശം എല്ലാവരും വിനിയോഗിക്കും. സമ്പൂർണ്ണ വിജയം കേരളത്തിലുണ്ടാവും. വടക്കാഞ്ചേരിയിൽ സഖാവ് സേവ്യർ ചിറ്റ്ലപ്പള്ളി വിജയിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തൃശ്ശൂർ ജില്ലയിൽ അഭിമാനകരമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. വാടാനപ്പള്ളിയിൽ BJPയുടെ കിറ്റ് വിതരണം കൈയോടെ പിടികൂടിയതിന്റെ ജാള്യത മറയ്ക്കാനാണ് പോളിംഗ് ബൂത്തിലെത്തിയ തന്നെ തടഞ്ഞതെന്ന UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ. കേച്ചേരിയിലെ കോൺഗ്രസ് ബൂത്ത് സന്ദർശിച്ച ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസമാണ് വാടാനപ്പള്ളിയിൽ BJP വിതരണത്തിനായി സൂക്ഷിച്ചിരുന്ന കിറ്റുകൾ UDF പ്രവർത്തകർ പിടികൂടി തടഞ്ഞത്. BJP വടക്കേ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന രീതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പരീക്ഷിച്ചത്. വോട്ടർമാരെ കിറ്റ് നൽകിയും സാരി നൽകിയും മദ്യം വിതരണം ചെയ്തുമാണ് BJP സ്വാധീനിക്കാൻ ശ്രമിച്ചത്. വാടാനപ്പള്ളിയിലെ കിറ്റ് പിടികൂടിയത് തന്റെ നേതൃത്വത്തിലായിരുന്നു. ഇത് BJPക്ക് വലിയ തിരിച്ചടിയാണ് പൊതുമധ്യത്തിൽ ഉണ്ടാക്കിയത്. പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കാനുള്ള അവകാശം സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ബൂത്തിലെത്തി പ്രിസൈഡിംഗ് ഓഫീസറോട് വിശദാംശങ്ങൾ തിരക്കിയത്. ഇതിനിടെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ വരിയിൽ നിന്ന BJP പ്രവർത്തകൻ തന്നെ തടയാൻ ശ്രമിച്ചതും ആക്രമിക്കാൻ മുതിർന്നതും. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥാനാർത്ഥിയായ തന്നോട് പുറത്തു പോകാനാണ് പറഞ്ഞത്. ഇത് സ്ഥാനാർത്ഥിയുടെ അവകാശങ്ങളുടെ നിഷേധമാണ്. താൻ 3 തവണ നിയമസഭയിലേക്കും 1 തവണ ലോക്സഭയിലേക്കും മത്സരിച്ചയാളാണ്. മുൻപൊരിക്കലും ഉണ്ടാകാത്ത രീതിയിലാണ് ഇത്തവണ BJP പണമിറക്കി വോട്ട് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഞാനൊക്കെ 3 നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് മത്സരിച്ചാണ് നിരവധി ഇലക്ഷന് സംഘടനാപരമായ നേതൃത്വം വഹിച്ചത്. ഇതുപോലത്തെ ഒരു പാർട്ടി BJP എന്ന പാർട്ടി വടക്കേ ഇന്ത്യയിൽ ചെയ്യുന്നത് പോലെ ഏത് രീതിയിലാണ് ജനങ്ങളുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുക, അത് ക്രൂരമായ സമീപനമാണ് BJPയുടെ ഭാഗമാണ്. ഇതിനെതിരെ ശക്തമായി താൻ നിലകൊണ്ടതാണ് തന്നെ തടയുന്നതിനിടയാക്കിയതെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. കണ്ടച്ചാങ്കടവ് സ്കൂളിലെ പോളിംഗ് ബൂത്തിലെത്തിയപ്പോഴാണ് BJP പ്രവർത്തകൻ TN പ്രതാപനെ തടഞ്ഞത്. മണലൂർ നിയോജക മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ സന്ദർശനം നടത്തി. രാവിലെ തൃശൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് രവീന്ദ്രൻ മാഷ് മണ്ഡലത്തിലെ ബൂത്തുകൾ സന്ദർശിക്കുന്നതിനായി എത്തിയത്. മണ്ഡലപരിധിയിലുള്ള അരിമ്പൂർ, മണലൂർ, മുല്ലശ്ശേരി, പാവർട്ടി, എളവള്ളി, കണ്ടാണിശ്ശേരി, ചൂണ്ടൽ, വാടാനപ്പള്ളി എന്നീ പഞ്ചായത്തുകളിലും ഗുരുവായൂർ നഗരസഭയിലെ തൈക്കാട് മേഖലയിലുമുള്ള ബൂത്തുകളിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ സന്ദർശനം. വിവിധ ബൂത്തുകളിലെത്തി പോളിംഗ് ഉദ്യോഗസ്ഥരോട് വോട്ടിംഗിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ ശേഷമാണ് രവീന്ദ്രനാഥ് മടങ്ങിയത്. ഇതിനിടെ പാർട്ടി പ്രവർത്തകരോട് വോട്ടർമാരെ പോളിംഗിന് എത്തിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും സ്ഥാനാർത്ഥി നൽകി. തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിനുള്ളതെന്ന് മാഷ് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണത്തിനുള്ള വിധിയെഴുത്തായി വോട്ടെടുപ്പ് മാറും. ഇടതുമുന്നണി പ്രതീക്ഷിച്ചതിലും വലിയ വിജയമുണ്ടാകുമെന്നും രവീന്ദ്രൻ മാഷ് പറഞ്ഞു. നല്ല ഭൂരിപക്ഷം കേരളത്തിൽ തുടർ ഭരണത്തിനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് തുടർ ഭരണത്തിനുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ്. ഇതുവരെ നടന്ന പ്രചരണത്തിലും അതിനെ തുടർന്നുള്ള ജനങ്ങളുടെ അഭിപ്രായത്തിലും വളരെ വ്യക്തമായി കാണുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടും. അങ്ങനെ കേരളത്തിൽ തുടർ ഭരണം ഉണ്ടാകും. ഗുരുവായൂർ മണ്ഡലം SDPI സ്ഥാനാർത്ഥി KV അബ്ദുൾ നാസർ പരൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ ഈസ്റ്റ് പാർട്ട് 26-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. സാഹിത്യകാരൻ ഹക്കീം വെളിയത്തിനൊപ്പമാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. തൃശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ LDF മുന്നേറ്റമുണ്ടാകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ബ്ലാങ്ങാട് PV LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മാസക്കാലം നീണ്ട പ്രചരണത്തിനൊടുവിൽ LDFന് അനുകൂലമായ തരംഗമാണ് ആഞ്ഞടിക്കുന്നതെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു.
തൃശ്ശൂർ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വലിയ തരംഗം ദൃശ്യമാണ്. 13 നിയമസഭാ മണ്ഡലങ്ങളിലും UDFന് മികച്ച വിജയപ്രതീക്ഷയാണ് കഴിഞ്ഞ ഒരു മാസക്കാലത്തെ വളരെ സജീവമായ ക്യാമ്പയിനിന് ശേഷം 13 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടർമാർ ആവേശത്തോടെ UDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അവർക്കെല്ലാം അഭിവാദ്യങ്ങൾ. പോളിംഗ് ബൂത്തിന് മുന്നിൽ പതിച്ചിരുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പോസ്റ്റർ കീറിയതിന് 3 മാധ്യമപ്രവർത്തകർക്കെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. പ്രിസൈഡിംഗ് ഓഫീസർ ജോബി ജോർജിന്റെ പരാതിയിലാണ് ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിൽ പോലീസ് കേസെടുത്തത്. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137 നമ്പർ ബൂത്തിലെ ജനലിൽ പതിച്ചിരുന്ന പോസ്റ്ററാണ് കീറിയത്. രാവിലെ 7 മണിയോടെയാണ് സംഭവം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വോട്ട് ചെയ്യുന്ന ദൃശ്യം പകർത്താൻ എത്തിയതായിരുന്നു മാധ്യമപ്രവർത്തകർ. സുരേഷ് ഗോപി പോളിംഗ് ബൂത്തിനകത്തേക്ക് കയറിയതോടെ പുറത്ത് മാധ്യമപ്രവർത്തകർ തിരക്ക് കൂട്ടുകയായിരുന്നു. ഇതിനിടെയാണ് ജനലിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്റർ കീറി ചില മാധ്യമപ്രവർത്തകർ ദൃശ്യം പകർത്തിയത്. പോളിംഗ് ബൂത്തിനകത്ത് ദൃശ്യങ്ങൾ പുറത്തേക്ക് കാണാതിരിക്കാനാണ് പോസ്റ്റർ ഒട്ടിച്ചിരുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേരളത്തിലും കുന്നംകുളത്തും UDF വിജയിക്കുമെന്നും കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ദുർഭരണം അവസാനിക്കുമെന്നും സ്ഥാനാർത്ഥി PT അജയ് മോഹൻ പറഞ്ഞു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ ബൂത്തുകൾ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷത്തിനെതിരെ ജനം വിധിയെഴുതും. ശബരിമല കൊള്ളയും കരുവന്നൂർ അഴിമതിയുമെല്ലാം ജനങ്ങൾക്കിടയിൽ ചർച്ചയാണ്. ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും രാസലഹരി വീട്ടിലെത്തിക്കുന്ന അവസ്ഥയും ഉണ്ടായതും ഈ 10 വർഷത്തിനിടയിലാണെന്നും PT അജയ് മോഹൻ പറഞ്ഞു. ശബരിമല അയ്യപ്പനെ കാക്കാൻ ശ്രമിച്ചവർ, അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്ക് പ്രശ്നം, അവിടുത്തെ ഒട്ടനവധി പേര് ആത്മഹത്യ ചെയ്തു, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, ഇതൊക്കെ കുന്നംകുളത്തൊക്കെ ചർച്ചയാണ്. മൊത്തം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിൽ ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഈ കുട്ടികളിലടക്കം വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ രാസലഹരി വീട്ടിലെത്തുന്ന ഒരു കാലമായി മാറിയിരുന്നു. അപ്പം അമ്മമാരും ഉമ്മമാരും അമ്മച്ചിമാരും എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു, ഈ ദുർഭരണം അവസാനിപ്പിക്കും, ഒരു ശാന്തിയും സമാധാനവും ഇവിടെ വേണം. അതിനാണ് ജനമൊക്കെ 65-66% ഇപ്പം തന്നെ പോളിംഗായി 6 മണി വരെ ഉണ്ട്. ജനങ്ങൾ വളരെ താല്പര്യത്തിൽ വരും. കേരളത്തിലും കുന്നംകുളത്തും UDF വിജയിക്കും, ഒരു സംശയമില്ല. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് ദുർഭരണം, പിന്നെ ഈ കുന്നംകുളത്ത് ആൾക്കാർക്കൊരു മടുപ്പ് വന്നിരിക്കും. ഇവിടെ വികസനത്തിൻ്റെ പേര് പറഞ്ഞ കാര്യമായ വികസനമൊന്നുമില്ല. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഇടതുപക്ഷത്തിനെതിരെ ജനം വിധി എഴുതുന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ AL അങ്കണവാടിയിലെ 151 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പത്നി ആനന്ദവല്ലിയോടൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വളരെ സന്തോഷമായിട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മൾ ഈ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് വോട്ട് രേഖപ്പെടുത്തുന്നതിലൂടെ സാധ്യമാകുന്ന കാര്യം. എല്ലാവർക്കും നമസ്കാരം. മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC മെമ്പറുമായ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിലെ 37 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. സഹധർമ്മിണി സാറാമയും UDF കടവല്ലൂർ മണ്ഡലം ചെയർമാൻ PK ദേവദാസും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇത്തവണ ബംഗാളിലെ സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ ഇടതുമുന്നണിക്ക് സംഭവിക്കുക എന്നും 100-ലധികം സീറ്റുകളിൽ വിജയിച്ച് UDF ഭരണത്തിൽ വരുമെന്നും ജോസഫ് ചാലിശ്ശേരി CCTVയോട് പറഞ്ഞു. ഭരണമാറ്റം ഇടതുമുന്നണി പ്രവർത്തകർ പോലും ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDFിൻ്റെ MLA-മാരാകുമ്പോൾ അതിലൊരാൾ നിർബന്ധമായും കുന്നംകുളം പ്രതിനിധാനം ചെയ്യുന്ന ശ്രീ PT അജയ് മോഹനായിരിക്കും.
ശ്രീ അജയ് മോഹനുള്ള ജനസ്വീകാര്യത അത്രയും വലുതാണ്. 10 വർഷം CPM നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ ഭരണം CPM അനുഭാവികൾക്ക് പോലും അസഹ്യമായി. അവരിപ്പോൾ ഓർക്കുന്നത് വെസ്റ്റ് ബംഗാളിനെ കുറിച്ചാണ്. 32 വർഷക്കാലം ഭരണം നടത്തിയ വെസ്റ്റ് ബംഗാളിൽ CPM നാമാവശേഷമായി. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം തന്നെ വെസ്റ്റ് ബംഗാളില്ല. അപ്പോൾ അതുപോലെ തന്നെ ഭരണത്തിൻ്റെ സ്വാധീനത, ഭരണത്തിൻ്റെ അഹങ്കാരം, ധാർഷ്ട്യം ഇതൊക്കെ വെച്ച് പുലർത്തി പോകുമ്പോൾ ജനങ്ങളിൽ നാഗന്നു പോകുന്നു എന്നൊരു ധാരണ CPM അനുകൂലികൾക്ക് പോലും ഉണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരിൽ എല്ലാ വിഭാഗം ജനങ്ങളും, കോൺഗ്രസ് മാത്രമല്ല CPMൻ്റെയും മറ്റു പാർട്ടികളുടെയും അനുഭാവികൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത്. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പോർക്കുളം പഞ്ചായത്തിലെ 32-ാം ബൂത്തിൽ അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി. എല്ലാ തെരഞ്ഞെടുപ്പുകളെയും പോലെ തന്നെ ഈ ജനവിധിയും ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘട്ടമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുകയും മതേതരത്വവും സൌഹൃദവും നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എപ്പോഴും പോലെ ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്, മതേതരത്വം, അതുപോലെ നമ്മുടെ നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ സൗഹാർദ്ദവും ഒക്കെ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ ഇപ്പോൾ മുന്നിൽ ഉള്ളത്. അത് നിർവഹിക്കുന്നു. ഗാനരചയിതാവ് BK ഹരിനാരായണൻ കടവല്ലൂർ പഞ്ചായത്തിലെ CMLP സ്കൂളിലെ 35-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. അടുത്ത 5 വർഷത്തേക്ക് ആരാണ് ഭരണത്തിൽ എത്തേണ്ടതെന്ന് നിർണ്ണയിക്കുന്ന പ്രധാനമായ ജനാധിപത്യ പ്രക്രിയയാണ് ഇതെന്നും എല്ലാവരും അതിനെ പരമാവധി വിനിയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ തലമുറ വോട്ടെടുപ്പിൽ നിന്ന് പിന്തിരിയുന്ന പ്രവണത സത്യമായി തീരാതിരിക്കണമെന്നും നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവോടെ എല്ലാവരും നിർബന്ധമായും വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുകയാണ് നമ്മുടെ സംസ്ഥാനം. അടുത്ത 5 വർഷത്തേക്ക് ആരാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. അതിൽ ഏറ്റവും വിലപ്പെട്ട സമ്മതിദാനം വിനിയോഗിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു, ആളുകൾ പലപ്പോഴും ഒരു പുതിയ കാലഘട്ടത്തിലുള്ളവരൊക്കെ ഒരു വിമുഖത വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നു എന്നുള്ളത്. അത് സത്യമാവാതിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അതത്രയും വിലയുള്ളൊരു കാര്യമാണ്. നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ടത് നമ്മൾ ആഗ്രഹിക്കുന്നവർക്ക്, നമ്മുടെ നാട് ചലിപ്പിക്കാൻ കഴിയുന്നവർക്ക് നൽകുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. അത് സംഭവിക്കട്ടെ. എല്ലാവരും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവട്ടെ. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയായി ചലച്ചിത്ര താരം ഇർഷാദ്. മണലൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടറായ ഇർഷാദ് രാവിലെ 10 മണിയോടെയാണ് തന്റെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായി എത്തിയത്. ചുണ്ടൽ പഞ്ചായത്തിലെ പട്ടിക്കര ALP സ്കൂളിലെ 48-ാം നമ്പർ ബൂത്തിലായിരുന്നു താരത്തിന്റെ വോട്ട്. നടന്റെ തറവാട് വീടിന് തൊട്ടുമുന്നിലുള്ള പോളിംഗ് ബൂത്തിൽ സഹോദരൻ നാസറിനൊപ്പമാണ് ഇർഷാദ് വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. താരപ്പകിട്ടില്ലാതെ തനി നാട്ടിൻപുറത്തുകാരനായി വോട്ട് ചെയ്യാനെത്തിയ ഇർഷാദുമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വോട്ട് രേഖപ്പെടുത്താനെത്തിയ പ്രദേശവാസികളായ വോട്ടർമാരും സൗഹൃദം പങ്കുവച്ചു. എല്ലാവരോടും കുശലം പറഞ്ഞും വീട്ടുവിശേഷങ്ങൾ ആരാഞ്ഞും വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ അല്പസമയം ചെലവഴിച്ച ശേഷമാണ് ബൂത്തിലെത്തി ഇർഷാദ് വോട്ട് രേഖപ്പെടുത്തിയത്. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകുക എന്നത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്ന് താരം പറഞ്ഞു. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഈ സമയത്ത് പറയാൻ പാടില്ല, പക്ഷേ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വികസനവും ജനനന്മയും മനസ്സിലുണ്ടാകണമെന്നും ഇർഷാദ് പറഞ്ഞു. കോഴിക്കോട് ചിത്രീകരണം നടക്കുന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ നിന്നാണ് ഇർഷാദ് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയത്. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുക എന്നുള്ളത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. അത് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് ഈ സമയത്ത് നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ വികസനത്തിൻ്റെയോ നാടിൻ്റെ നന്മയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വോട്ട് രേഖപ്പെടുത്തുക എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാം.
അക്കിക്കാവ് ആൽത്തറ സ്കൂളിലെ 49 നമ്പർ ബൂത്തിൽ അരമണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. രാവിലെ നടത്തിയ മോക്ക് പോളിംഗിൽ യന്ത്ര തകരാർ കണ്ടെങ്കിലും ഇത് പരിഹരിച്ച് വോട്ടിംഗ് പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും യന്ത്രം പണിമുടക്കിയത്. തകരാർ പരിഹരിച്ച് വീണ്ടും വോട്ടിംഗ് ആരംഭിച്ചു. തകരാർ കാരണം നീണ്ട നിരയാണ് 49 നമ്പർ ബൂത്തിൽ അനുഭവപ്പെട്ടത്. വടക്കേക്കാട് പഞ്ചായത്ത് ഞമനേങ്ങാട് ഓൾഡ് ALP സ്കൂളിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. കൃത്യസമയത്ത് തന്നെ പോളിംഗ് ആരംഭിച്ചുവെങ്കിലും വിരലിൽ എണ്ണാവുന്ന വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ ആദ്യം 88 ബൂത്തിൽ മെഷീൻ തകരാറിലായിരുന്നു. പിന്നീട് അരമണിക്കൂർ സമയമെടുത്ത് പ്രശ്നം പരിഹരിച്ചെങ്കിലും 87 ബൂത്തിലും തകരാറുണ്ടായി. ഈ സമയങ്ങളിൽ സാമാന്യം നല്ല തിരക്കാണ് ഉണ്ടായിരുന്നത്. പലരും തിരിച്ചുപോകുന്നതിനും യന്ത്ര തകരാർ കാരണമായി. വേലൂർ തയ്യൂർ സ്കൂളിലെ 192 നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് 40 മിനിറ്റോളം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. 35 വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് യന്ത്രം തകരാറിലായത്. പിന്നീട് യന്ത്ര തകരാർ പരിഹരിച്ചാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. വടക്കേക്കാട് പഞ്ചായത്തിലെ 82 ബൂത്ത് വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിലെ EV മെഷീൻ തകരാറിലായി. 7 മണിക്ക് പോളിംഗ് ആരംഭിച്ചുവെങ്കിലും ആദ്യ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ തന്നെ മെഷീൻ തകരാർ കാണിക്കുകയായിരുന്നു. പിന്നീട് 45 മിനിറ്റ് എടുത്താണ് പ്രശ്നം പരിഹരിച്ചത്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ C ബ്ലോക്കിൽ 158 ബൂത്തിൽ വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപം ഉയർന്നു. രാവിലെ 8 മണി മുതൽ 1 മണിക്കൂറോളം വരിയിൽ വയോധികരുൾപ്പെടെയുള്ള സ്ത്രീകൾ കാത്തു നിൽക്കുന്നതായും പരാതിയുണ്ടായിരുന്നു. ഇടുങ്ങിയ ക്ലാസ് റൂമും വരാന്തയുമായതിനാൽ കനത്ത ചൂടിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചതെന്ന് വോട്ടർമാർ പറഞ്ഞു. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 149 ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. 153 വോട്ടുകൾ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് യന്ത്രം തകരാറിലായത്. പിന്നീട് സാങ്കേതിക പ്രശ്നം പരിഹരിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 157, 159 ബൂത്തുകൾ ക്രിട്ടിക്കൽ ബൂത്തുകളാക്കി. കേന്ദ്ര സായുധ സേനയുടെ നിയന്ത്രണത്തിലാണ് വോട്ടിംഗ് ഇവിടെ നടന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF, LDF പ്രവർത്തകർ തമ്മിൽ സംഘട്ടനം നടന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അതീവ സുരക്ഷ ഒരുക്കിയത്. വേലൂർ പള്ളി സ്കൂളിൽ 204 ബൂത്തിൽ വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങിയതായി പരാതി ഉയർന്നു. 100-ലധികം പേരാണ് ഉച്ചയ്ക്ക് മുൻപ് വരിയിൽ കാത്തുനിൽക്കുന്ന സ്ഥിതിയുണ്ടായത്. 4 മണിക്കൂർ പിന്നിട്ടപ്പോൾ ആകെയുള്ള 1123 വോട്ടർമാരിൽ 232 പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. UDF സ്ഥാനാർത്ഥി അജയ് മോഹൻ കടവലൂർ പഞ്ചായത്തിലെ വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു. വിജയം സുനിശ്ചിതമാണെന്ന് അജയ് മോഹൻ പറഞ്ഞു. ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ താഴെയിറക്കാനുള്ള വോട്ടാണ് രേഖപ്പെടുന്നത്. ശബരിമലയും കരുവന്നൂരൊക്കെ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ബൂത്തുകളിലും പോകുമ്പോൾ വലിയ ഉത്സാഹത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ അവരുടെ റിയാക്ഷൻ ഒക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ആൾക്കാരുടെ പ്രതികരണം. അപ്പോൾ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ് UDF ജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരും. 56 വയസ്സിൽ കന്നി വോട്ട് ചെയ്ത എരുമപ്പെട്ടി സ്വദേശി നിഷാർ. പ്രവാസിയായ എരുമപ്പെട്ടി പാമ്പ്ര വീട്ടിൽ നിഷാർ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 159 ബൂത്തിലാണ് തന്റെ ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. 20ാമത്തെ വയസ്സിൽ കുവൈറ്റിൽ ജോലി തേടിപ്പോയ നിഷാറിന് ഒരു തെരഞ്ഞെടുപ്പിലും നാട്ടിലെത്തി വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഡിസംബറിൽ നാട്ടിലെത്തിയ നിഷാർ അക്ഷയ കേന്ദ്രം വഴിയാണ് വോട്ട് ചേർത്തത്. കന്നി വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് നിഷാർ പറഞ്ഞു. ഭാര്യ സബീനയുടെ ഒപ്പമെത്തിയാണ് നിഷാർ ആദ്യ വോട്ട് ചെയ്തത്. സന്തോഷം ഒരു ഇതും തോന്നി. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിൻ്റെ ഒരു അഭിമാനം എനിക്കിപ്പോഴായത്. കാരണം ഇതുവരെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു വോട്ട് രേഖപ്പെടുത്തിയത്. ആ സന്തോഷമുണ്ട്. വലിയ പരിഭ്രമം തോന്നി? അല്ല, അവിടെ വലിയ ഒരു എങ്ങനെയാണ് കുത്തുണ്ടെന്ന് ഞാൻ അവിടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്തു. ഇത്ര കാലം വോട്ട് രേഖപ്പെടുത്താതുള്ള ഒരു നഷ്ടബോധം തോന്നി? തീർച്ചയായിട്ടും അതുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മൾ പ്രവാസി ആയിപ്പോയി. അപ്പോൾ ആ സമയത്ത് വരാനും വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാനും കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു വോട്ട് ലിസ്റ്റിൽ പ്രവാസികൾക്കും പേര് ചേർക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഡിസംബറിൽ ഞാനത് അക്ഷയ മുഖാന്തരം അത് ചെയ്തത്. ഇപ്പോൾ ലിസ്റ്റിൽ പേര് വന്നപ്പോൾ എൻ്റെ പേരുണ്ട്. അപ്പോൾ പിന്നെ ഈ യുദ്ധം കാരണം പോകാനും പറ്റിയില്ല. അത് രണ്ടും കൂടി ഒത്തു വന്നപ്പോൾ ഈ വോട്ട് വിനിയോഗിക്കാൻ പറ്റി. ചെയ്യണമെന്ന് അങ്ങനെ ഒരു ഗുണമുണ്ടായി. അത് പോകാൻ പറ്റില്ല. ഇനി എത്രയും വേഗം ഈ വോട്ടിൻ്റെതൊക്കെ പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് മുതൽ ഇന്ന് വരെ ഒരു വോട്ട് പോലും മുടക്കാത്ത 101-കാരൻ കൃഷ്ണൻ ഇത്തവണയും തന്റെ പൌരാവകാശം വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തിൽ നേരിട്ടെത്തി. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്നു തെളിയിച്ച് ജനാധിപത്യത്തിന്റെ വലിയ സന്ദേശം പകരുകയാണ് ഗുരുവായൂർ സ്വദേശി വലിയപുരയ്ക്കൽ കൃഷ്ണൻ. 85 വയസ്സ് കഴിഞ്ഞവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വീട്ടിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കിയിരുന്നെങ്കിലും ബൂത്തിലെത്തി വോട്ട് ചെയ്യണമെന്ന തന്റെ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയായിരുന്നു. പോളിംഗ് ബൂത്തിലെത്തിയാൽ എല്ലാവരെയും കാണാമല്ലോ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. സഹകരണ വകുപ്പിൽ നിന്ന് വിരമിച്ച മകൻ ജയരാജനും മരുമകൾ ഗിരിജയും മുൻ കൗൺസിലർ KP ഉദയനും അദ്ദേഹത്തിന് കൂട്ടായെത്തി. രാഷ്ട്രീയമായ വലിയൊരു പാരമ്പര്യവും കൃഷ്ണനുണ്ട്. പഴയ മലബാറിന്റെ കാലത്ത് കോൺഗ്രസ് പൊന്നാനി താലൂക്ക് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം പാവർട്ടിയിൽ ജവഹർലാൽ നെഹ്റു എത്തിയപ്പോൾ ആ യോഗത്തിൽ നേരിട്ട് പങ്കെടുത്തതിന്റെ മധുരസ്മരണകളും പങ്കുവച്ചു. വോട്ട് ചെയ്യേണ്ടത് ജനാധിപത്യ ആവശ്യമാണല്ലോ. വോട്ട് ചെയ്യേണ്ടത് പൊന്നാനി താലൂക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയാണ്. പൊന്നാനി അതിൻ്റെ ഇടയിൽ പല സാധനങ്ങളും വഹിച്ചിട്ടുണ്ട്. കേളപ്പതി പുരസ്കാരം, ഈ പുരസ്കാരം, പുരസ്കാരങ്ങളെ പറ്റിയുണ്ട്. പ്രധാന നെഹ്റുവെ ആദ്യമായിട്ട് പാവട്ടി വന്നപ്പോൾ ശരിക്കും മാത്രം സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് ലീഡറല്ലേ നെഹ്റു വന്നപ്പോ അല്ലേ? പാവർട്ടിയിൽ നെഹ്റു വന്നപ്പോഴേ കൃഷ്ണന് മാത്രം സ്പെഷ്യൽ പാസ് കിട്ടിയിട്ടുണ്ടെന്നാണ് അന്നത്തെ കാലത്ത്. 1925 മാർച്ച് 27-നാണ് പാവർട്ടി മരുതയൂർ വലിയപുരയ്ക്കൽ കോരപ്പക്കുട്ടിയുടെ മകനായി കൃഷ്ണൻ ജനിച്ചത്. ഇത്രയും കാലം പിന്നിട്ടിട്ടും ജനാധിപത്യത്തോടുള്ള തന്റെ കടമ നിറവേറ്റുന്നതിൽ അദ്ദേഹം കാണിച്ച ആവേശം പുതുതലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ്. പോർക്കുളം പഞ്ചായത്തിലെ MKM UP സ്കൂളിലെ 60 നമ്പർ ബൂത്തിൽ യന്ത്ര തകരാർ, അരമണിക്കൂർ പോളിംഗ് തടസ്സപ്പെട്ടു. അക്കിക്കാവ് സെന്റ് മേരീസ് കോളേജിലെ 64 നമ്പർ ബൂത്തിലും യന്ത്ര തകരാറുണ്ടായി. 3/4 മണിക്കൂർ വോട്ടിംഗ് തടസ്സപ്പെട്ടു. ബാറ്ററി മാറ്റിവെച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 141-ാം ബൂത്തിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന് വലഞ്ഞ് വോട്ടർമാർ. 100-ലധികം പേർ വരിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. വോട്ടിംഗ് യന്ത്രം സാവധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു ഉയരുന്ന പരാതി. കുന്നംകുളത്ത് NDA മുന്നണിക്ക് വിജയസാധ്യതയുണ്ടെന്ന് സ്ഥാനാർത്ഥി KR റിജിൽ പറഞ്ഞു. എരുമപ്പെട്ടിയിലെ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 32,000 വോട്ട് നേടാൻ മുന്നണിക്ക് കഴിഞ്ഞു. ഇത്തവണ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിയുമെന്നും 2 മുന്നണികളോടുമുള്ള വെറുപ്പ് NDAയ്ക്കുള്ള വോട്ടായി മാറുമെന്നും വിജയം ഉറപ്പാണെന്നും സ്ഥാനാർത്ഥി KR റിജിൽ പറഞ്ഞു. നമുക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു ഇത് പറയുന്നത് നല്ല സപ്പോർട്ടിങ്. ഈ 2 മുന്നണികളെയും വെറുത്തിട്ടാണ് ജനങ്ങൾ ഇരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭയിൽ 32,000 വോട്ട് ഇവിടെ BJPക്ക് നേടിയിട്ടുണ്ട്. ഈ ഒരു വികാരം കൂടി കണക്കിലെടുത്ത് കഴിഞ്ഞാൽ 100% ജയം ഉറപ്പാണ്. അതിനുള്ള ആ ജനങ്ങളുടെ മനസ്സിലൊരു സപ്പോർട്ടും ജനങ്ങളുടെ ആ ഒരു പ്രതികരണം അങ്ങനെ നമുക്ക് ഫീലായി. കന്നിവോട്ട് രേഖപ്പെടുത്താൻ കല്യാണപ്പന്തലിൽ നിന്ന് മണവാട്ടി പോളിംഗ് ബൂത്തിലെത്തി. വിവാഹം നടന്ന കടപ്പുറം വട്ടേക്കാട് ചേർക്കര പടുവിങ്ങൽ ഹൈദ്രോസ് കോയ തങ്ങൾ മകൾ ഫഹിമിദ ബീവിയാണ് തന്റെ കന്നിവോട്ട് വിനിയോഗിക്കാൻ പിതാവുമായി എത്തിയത്. രാവിലെ വട്ടേക്കാട് 197-ാം ബൂത്തിൽ എത്തിയാണ് തന്റെ കന്നിവോട്ട് വിനിയോഗിച്ചത്. കുരിക്കുഴി സ്വദേശി അൻവറാണ് വരൻ. വടക്കേക്കാട് പഞ്ചായത്തിൽ വൈലത്തൂർ AMLP സ്കൂളിൽ 84-ാം ബൂത്തിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായതുമൂലം പോളിംഗ് തടസ്സപ്പെട്ടു. 1 മണിക്കൂറിലേറെ നേരമെടുത്താണ് യന്ത്ര തകരാർ പരിഹരിച്ചത്. ആർത്താറ്റ് മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിലെ ഈ വർഷത്തെ പുതുഞായർ തിരുനാളിന് ഭക്തിനിർഭരമായ തുടക്കം. തിരുനാളിന് മുന്നോടിയായി ഏപ്രിൽ 8 ബുധനാഴ്ച നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ റിജോ വിധേയത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത വിശുദ്ധ കുർബാനയിൽ ഇടവകയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രത്യേകമായി പ്രാർത്ഥനകൾ നടത്തി. വരും ദിവസങ്ങളിൽ നടക്കുന്ന പ്രധാന തിരുനാൾ ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പള്ളി പരിസരത്ത് പൂർത്തിയാവുകയാണ്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാനായി പ്രൗഢഗംഭീരമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. 60 അടി ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ള വർണ്ണാഭമായ ദീപാലങ്കാര പന്തൽ തിരുനാളിന്റെ പ്രധാന കാഴ്ചയാകും. തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വെക്കുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ ആകർഷകമായ വർണ്ണപന്തലും ഈ വർഷത്തെ ആഘോഷങ്ങളുടെ പ്രത്യേകതയാണ്. വരും ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ പുതുഞായർ തിരുനാൾ ആഘോഷങ്ങൾ തുടരും.
മറ്റ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന് വിതരണം നടത്തുന്നതിനുള്ള നേർച്ചയുടെ വെഞ്ചിരിപ്പ് നടന്നു. തിരുനാളിൽ പങ്കെടുക്കുന്നതിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന നേർച്ചയുടെ വെഞ്ചിരിപ്പാണ് വ്യാഴാഴ്ച നടന്നത്. രാവിലെ ദിവ്യബലിക്ക് ശേഷം മറ്റം സെന്റ് തോമസ് ഫൊറോന സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ കാർമ്മികനായി വെഞ്ചിരിപ്പ് നടന്നു. അരി, അവിൽ, സ്വീറ്റ് മിക്സ്ചർ എന്നിവയാണ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് ഭക്തജനങ്ങൾക്ക് നേർച്ചയായി നൽകുന്നത്. വെഞ്ചിരിപ്പിനെ തുടർന്ന് ഇടവകയിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നേർച്ച സാധനങ്ങളുടെ പാക്കിംഗ് ആരംഭിച്ചു. കൈക്കാരന്മാരായ CK ജോയ്, ഷാജ് K സൈമൺ, CT സ്പാർട്ടക്സ്, തിരുനാൾ ജനറൽ കൺവീനർ സെബി തോമസ്, ജോയിന്റ് കൺവീനർ CT ജെയിംസ്, നേർച്ച കൺവീനർ പ്രിൻസി ജോസഫ്, ജോയിന്റ് കൺവീനർ അൽഫോൺസ ഗ്രേസൺ, മീഡിയ കമ്മിറ്റി കൺവീനർ KC ജോൺസൺ, മാതൃസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ വെഞ്ചിരിപ്പ് ചടങ്ങിൽ സംബന്ധിച്ചു. ഏപ്രിൽ 17, 18, 19, 20, 21 തീയതികളിലാണ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,885 രൂപ, പവന് 1,11,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം ഗുരുവായൂർ തിരുവെങ്കിടം ചുങ്കത്ത് പുല്ലാരത്ത് കുണ്ടുകുഴിയിൽ ശിവദാസ മേനോൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ നടത്തും. രമണിയാണ് ഭാര്യ. കണ്ണൻ എന്ന മുരളീകൃഷ്ണൻ മകനാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. 16ാം കേരള നിയമസഭയിലേക്ക് ജനം വിധിയെഴുതി. വൈകിട്ട് 7 മണിവരെയുള്ള കണക്കനുസരിച്ച് 77.62% പോളിംഗ് രേഖപ്പെടുത്തി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടർന്ന് ഇത്തവണ പോളിംഗ് 80% കടക്കുമെന്ന് സൂചന. വോട്ടെടുപ്പിൽ പ്രതീക്ഷയോടെ സ്ഥാനാർത്ഥികളും മുന്നണികളും. വിജയം ഉറപ്പെന്ന് പ്രതികരണം. പോളിംഗ് ശതമാനം അന്തിമമാകുന്നതോടെ കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകൂട്ടലിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ. പോളിംഗ് ബൂത്തിന് മുന്നിൽ പതിച്ചിരുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പോസ്റ്റർ കീറിയതിന് 3 മാധ്യമപ്രവർത്തകർക്കെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. പ്രിസൈഡിംഗ് ഓഫീസർ ജോബി ജോർജിന്റെ പരാതിയിലാണ് ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിൽ പോലീസ് കേസെടുത്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കോതച്ചിറ മുല്ലയ്ക്കൽപ്പറമ്പിൽ ബാലൻ ഭാര്യ കുഞ്ഞുകുട്ടിയുടെ 2ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.